Hello friends, ഇന്ന് നമ്മൾ നോക്കുന്നത് DP സ്വിച്ചിന്റെ കണക്ഷൻസ് ആണ്. അതായത് DP സ്വിച്ച് എന്ന് ഉദ്ദേശിക്കുന്നത് ഫേസും ന്യൂട്രലും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, രണ്ടും കൂടി കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന DP സ്വിച്ച് ആണ്. അത് മോട്ടറിന്റെ കൊടുക്കുന്ന മെയിൻ ആയിട്ട് സ്വിച്ചുകളാണ്. ഇത് വൺ വേ സ്വിച്ച് ആണ് വരുന്നത്. അതായത് അതിൻ്റെ അകത്ത് വരുന്നത് നമുക്ക് 20 ആംപിയർ ആണ് മാക്സിമം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. അതായത് മാക്സിമം അതിൽ കൊടുക്കാൻ പറ്റുന്നത് 20 ആംപിയർ ആണ്. അത് ഒരൊറ്റ ഫേസിൽ മാത്രമാണ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. ഇത് 32 ആംസ് ആണ് വരുന്നത്. സ്വിച്ച് DP ആണ് വരുന്നത്. അത് നമ്മൾ ആദ്യം കണ്ടത് ഒറ്റ ഫേസ് മാത്രം കൺട്രോൾ ചെയ്യുന്നു. DP സ്വിച്ച് ആകുമ്പോൾ ഫേസ് ന്യൂട്രൽ കൺട്രോൾ ചെയ്യുന്നു. അതായത് ന്യൂട്രലിലൂടെയും എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളുണ്ടെങ്കിൽ മോട്ടറിലേക്കൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ ട്രിപ്പ് ഓയിലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ DP സ്വിച്ച് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സ്വിച്ച് ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ ന്യൂട്രലുമായിട്ടുള്ള ബന്ധം കൂടി മോട്ടറിൻ്റെ കണക്ഷനിൽ നിന്ന് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ കണക്ഷൻസ് എങ്ങനെയാണെന്ന് നോക്കാം. DP സ്വിച്ച് എന്ന് പറയുമ്പോൾ 4 പോളുകളാണുള്ളത്. അതായത് സാധാ സിമ്പിളായിട്ട് പറയും 2 സ്വിച്ച് എങ്ങനെ കൊടുക്കണോ അതുപോലെ കൊടുത്താൽ മാത്രം മതി. അതായത് ഒരെണ്ണം നീല കണ്ട നീല ഇവിടെ ന്യൂട്രലായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് താഴെ നമ്മൾ ഇന്ന് വന്ന് കൊടുക്കും. ഇന്ന് വരുന്നത് കംപ്ലീറ്റ് നമ്മൾ താഴെയാണ് കൊടുത്തത്. L1 എന്നുണ്ടാവും, N1 എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. N1 എന്ന് പറയുന്ന സ്ഥലത്ത് ന്യൂട്രൽ, അതായത് നീല വയറും മഞ്ഞ വയറാണ് നമ്മളിവിടെ വലിച്ചേക്കുന്നത്. അപ്പോൾ അത് നീല ന്യൂട്രലായിട്ട് കൊടുത്തു. മഞ്ഞയാണ് വന്നിരിക്കുന്നത്, മഞ്ഞ അതായത് ഇൻവെർട്ടർ ഫേസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ L എന്ന സ്ഥലത്ത് L1 കൊടുത്തു. ഇനി നമുക്ക് താഴെയാണ് നമ്മൾ രണ്ടും കൊടുത്തത്. ആ താഴത്തെ സ്വിച്ചിൽ നിന്ന് നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് എൻ്റെ കണക്ഷൻ വരുന്നത് താഴെ നിന്നും മുകളിലേക്ക് കണക്ഷൻ വരുന്നു. അതായത് L1ൽ നിന്നും L1ൽ നിന്ന് L1ലേക്കും N1ൽ നിന്നും Nലേക്കും കണക്ഷൻ വരുന്നു. അല്ലെങ്കിൽ Nൽ നിന്ന് N1ലേക്കും Lൽ നിന്ന് L1ലേക്കും കണക്ഷൻസാണ് വരുന്നത്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് ആ മുകളിൽ നിന്ന് താഴെ നിന്ന് സെൻറ്റർ മുകളിലേക്ക് കണക്ഷൻ വരുന്നു. അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് താഴെ നിന്ന് മുകളിലേക്ക് കണക്ഷൻ വരുന്നു. അപ്പോൾ ഇൻഡിക്കേറ്റർ കൊടുത്തിരിക്കുന്നുണ്ട്. ഈ ഇൻഡിക്കേറ്റർ നമ്മൾ കൊടുക്കേണ്ടത് എപ്പോഴും ഔട്ടിലാണ് കൊടുക്കേണ്ടത്. അതായത് നമ്മൾ ഓൺ ചെയ്യുന്ന സമയത്ത് എവിടേക്കാണോ സപ്ലൈ പോകുന്നത് ആ പോയിന്റിലാണ് ഇൻഡിക്കേറ്റർ കൊടുക്കേണ്ടത്. അപ്പോൾ 2 വൈറ്റ് വയറുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് ഇൻഡിക്കേറ്ററാണ് വരുന്നത്. ഫ്രണ്ടിലെ സ്വിച്ചിൻ്റെ ഇൻഡിക്കേറ്ററാണ് വരുന്നത്. അത് നേരെ നമ്മൾ ഔട്ട് എവിടെയാണോ കണക്ട് ചെയ്യുന്നത് അതിലേക്ക് നമ്മൾ കണക്ട് ചെയ്തു. നീലയിൽ ന്യൂട്രൽ, മഞ്ഞയിൽ അതിൻ്റെ ഫേസ്. ഇത്രയാണ് അതിൻ്റെ മെയിനായിട്ട് വരുന്നത് ഇൻഡിക്കേറ്റർ വരുന്നത്. ഇൻഡിക്കേറ്ററുകളെല്ലാം തന്നെ അങ്ങനെ തന്നെയാണ് കണക്ട് ചെയ്യുന്നത്. ഔട്ടിലാണ്, അതായത് നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് തെളിയണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻഡിക്കേറ്റർ കൊടുക്കുന്നത്. അപ്പോൾ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് എങ്ങോട്ടാണോ ഫേസ് പോകുന്നത് അതിലായിരിക്കണം നമ്മൾ ഇൻഡിക്കേറ്ററിൻ്റെ പോയിന്റ് കൊടുക്കേണ്ടത്. ന്യൂട്രൽ നമ്മളിവിടെ കണക്ട് ചെയ്യുന്നതുകൊണ്ട്, കോമൺ ആയിട്ട് കണക്ട് ചെയ്യുന്നതുകൊണ്ട്, കൺട്രോൾ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ന്യൂട്രലും ഇതുപോലെ തന്നെ സ്വിച്ചിൽ വഴിയാണ് കണക്ട് ചെയ്യുന്നത്. അല്ലാതെ വൺ വേ സ്വിച്ചിലേക്ക് ആകുമ്പോൾ ന്യൂട്രൽ കോമൺ ആയിട്ട് നമ്മൾ കണക്ട് ചെയ്യും. ഇത് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് മോട്ടറിൻ്റെ ഏരിയയിൽ ഉപയോഗിക്കുന്നത്, മോട്ടറിൻ്റെ സ്വിച്ചായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ AC-യുടെ സ്വിച്ച് ഉപയോഗിക്കുന്നുണ്ട്. AC-ക്ക് 32 ആംസൊക്കെ ഇപ്പോൾ നമ്മൾ കൊടുക്കാറുണ്ട്. പിന്നെ നമ്മളിപ്പോൾ കൊടുക്കുന്നത് TV-യുടെ യൂണിറ്റിൽ കൊടുക്കാറുണ്ട്. TV-യുടെ യൂണിറ്റിൽ നമ്മൾ ഞാൻ ഇനി മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഡീറ്റെയിൽസ് കൊടുത്തേക്കാം, നിങ്ങൾക്ക് കയറി നോക്കാവുന്നതാണ്. TV-യുടെ ഏരിയയിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫേസ് ന്യൂട്രൽ കട്ടായി കഴിഞ്ഞാൽ അത്യാവശ്യം ഇടിവിട്ട് കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് സപ്പോർട്ട് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് ഫേസ് ന്യൂട്രലും TV-യുടെ ഏരിയയിൽ കട്ട് ചെയ്ത് DP സ്വിച്ച് കൊടുക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാൻ മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. എനിക്ക് തോന്നുന്നു കാണുന്ന എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നതെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം ഫ്രണ്ട്സ്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. And damn, what a hell of a view. I feel good, you look great, I like you, I can't wait. A first time, a first date, you're so fine, I'm so late. You sip wine, I drink straight, don't waste time to my place. I feel my